ഏതായാലും 2 മാസം നീണ്ട വലിയ പ്രചരണത്തിനൊടുവിൽ കേരളം പോളിംഗ് ബൂത്തിലേക്ക് വരുമ്പോൾ മികച്ച രീതിയിലുള്ള ഒരു പ്രതികരണം വോട്ടർമാരിൽ നിന്ന് ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളുമൊക്കെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നതും. ആ രീതിയിൽ രാവിലെ തന്നെ പോളിംഗ് ബൂത്തിലേക്ക് കൂടുതൽ ആളുകൾ എത്താനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. കാരണം ചൂടുള്ളൊരു കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ വെയിൽ ശക്തമാകുന്നതിന് മുൻപ് പരമാവധി വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനനുസരിച്ച് പോളിംഗ് ബൂത്തുകളിലേക്ക് ഇപ്പോൾ തന്നെ ആളുകൾ മലബാറിലൊക്കെ എത്തി തുടങ്ങിയിരിക്കുന്നു എന്നതും ഏറെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ആറ്റിങ്ങലിൽ നിന്ന് ഷീജ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് ആറ്റിങ്ങൽ. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടായ മണ്ഡലം കൂടിയാണ് ആറ്റിങ്ങൽ. ഷീജ, ആറ്റിങ്ങൽ ശക്തമായ പോരാട്ടം നടക്കുന്ന ഇടം, ശക്തമായ പ്രചരണം നടന്ന ഇടം. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയോടെയാണ് മുന്നണികൾ ആറ്റിങ്ങലിലേക്ക് കണ്ണുവെക്കുന്നത്. ആറ്റിങ്ങലിൽ ഈ വോട്ടെടുപ്പ് ദിനത്തിന്റെ തുടക്കത്തിൽ ആളുകൾ ബൂത്തുകളിലേക്കൊക്കെ വന്നു തുടങ്ങിയോ? മോക്ക് പോളിംഗ് നടപടികൾ എവിടം വരെയായി? തീർച്ചയായും ഏതായാലും മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം എന്ന് തന്നെയാണ് ആറ്റിങ്ങലിനെ എടുത്തു പറയേണ്ടത്. കാരണം കൃത്യമായ രീതിയിൽ രാഷ്ട്രീയം ചർച്ചയായ മണ്ഡലമാണ്. അതോടൊപ്പം തന്നെയാണ് കൃത്യമായ രീതിയിൽ ഓരോ വിഷയങ്ങളും അതിൻ്റെ അടിത്തട്ടിലേക്ക് ഇടങ്ങി ചർച്ച ചെയ്തു പോയ ഒരു മണ്ഡലം കൂടിയാണ് എന്നൊരു പ്രത്യേകതയാണ് ആറ്റിങ്ങലിനുള്ളത്. ഇവിടെ ഏതായാലും എല്ലാ ബൂത്തുകളിലും പോളിംഗിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മോക്ക് പോളിൻ്റെ നടപടിക്രമങ്ങളും ആ രീതിയിൽ തന്നെ ഇവിടെ രാവിലെ 6 മണിക്ക് തന്നെ കൃത്യമായ രീതിയിൽ ആരംഭിച്ചിരുന്നു. അതിൻ്റെ നടപടിക്രമങ്ങളും പൂർത്തിയായി വരികയാണ്. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതായിരിക്കും, പോളിംഗ് ആരംഭിക്കുന്നതായിരിക്കും. ഞാനിപ്പോഴുള്ളത് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തന്നെ പെരുങ്കുഴിയിലെ സ്കൂളിലാണ്. ഇവിടെയാണ് LDF സ്ഥാനാർത്ഥി വി ജോയ് ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നതിന് വേണ്ടി കൃത്യം 7 മണിക്ക് തന്നെ അദ്ദേഹം ഇവിടേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം എല്ലാ ബൂത്തുകളിലേക്കും പോവുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും നമുക്കറിയാം ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചയായ വിഷയങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ചും ഈ ഇരട്ട വോട്ടുമായി ബന്ധപ്പെട്ട് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് നിരവധി വാദങ്ങൾ ഉന്നയിക്കുന്നു. പക്ഷേ അതെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളുന്ന ഒരു സാഹചര്യമായിരുന്നു കണ്ടത്. കൃത്യമായ രീതിയിൽ കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറും ഇത് സംബന്ധിച്ചുള്ള വിശദമാക്കിയിരുന്നു. ഒരു തരത്തിലും ഇരട്ട വോട്ടുകൾ എന്നൊരു വിഷയം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കൃത്യമായ രീതിയിലുള്ള പരിശോധനകൾ എല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. അതിനൊപ്പം തന്നെ ചർച്ചയായ മറ്റ് വിഷയങ്ങൾ എന്ന് ഒന്ന് വോട്ട് കച്ചവടവുമായി ബന്ധപ്പെട്ടുള്ള വിഷയമാണ്. അതായത് UDFും BJPയും തമ്മിൽ മണ്ഡലത്തിൽ വോട്ട് കച്ചവടം നടക്കുന്നു എന്നുള്ളത് അത് UDFിൻ്റെയും BJPയുടെയും നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതിനൊപ്പം മറ്റൊന്ന് വോട്ടർമാരെ പണം നൽകി സ്വാധീനിക്കാനുള്ള ചില നീക്കങ്ങളും ഇതിൻ്റെ ഇടയിൽ നടന്നിരുന്നു. ഇതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും അത്തരത്തിൽ നിരവധി വിഷയങ്ങൾ ഈ ആറ്റിങ്ങൽ മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഇതിനകം ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്. വാശിയേറിയ ഒരു പോരാട്ടം തന്നെയാണ് ഇവിടെ നടന്നത്. കഴിഞ്ഞ 1.5 മാസമായി ആ രീതിയിലുള്ളൊരു വാശിയേറിയ പോരാട്ടം, പ്രചരണം ഒക്കെയാണ് നമ്മൾ കണ്ടത്. അത് കൊട്ടിക്കലാശത്തിൽ പോലും ആ ഒരു ആവേശം അതിൻ്റെ ഉച്ചസ്ഥായിലായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായിരുന്നു. ഏതായാലും നിശബ്ദ പ്രചരണത്തിന് ശേഷം ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഈ പോളിംഗ് ബൂത്തുകളിലേക്ക് ജനം എത്തുകയാണ്, വോട്ടർമാർ എത്തുകയാണ്. ഈ പറയുന്നത് പോലെ തന്നെ കാലാവസ്ഥ അതികഠിനമായ ചൂടാണ്. അതുകൊണ്ട് തന്നെ ഓരോ പോളിംഗ് ബൂത്തുകളിലും കൃത്യമായ രീതിയിലുള്ള ക്രമീകരണം അതിനനുസരിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും രാവിലെ തന്നെ കൂടുതൽ പേർ വോട്ട് ചെയ്യാൻ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ ഒരു കാലാവസ്ഥ ഈ രീതിയിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ വോട്ടർമാരുടെ ഒരു തിരക്കുണ്ടാകും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു വെയിൽ മാറിയതിന് ശേഷമായിരിക്കും പ്രധാനമായും കൂടുതൽ പേർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കൃത്യമായ രീതിയിൽ വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളും എല്ലാ മുന്നണികളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കുന്നതായിരിക്കും. ഇതിനുവേണ്ടി ആറ്റിങ്ങൽ മണ്ഡലത്തിലെ എല്ലാ ബൂത്തുകളും സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട്. ശരി ഷീജ, ഏതായാലും 6:30 ആയിരിക്കുന്നു. ഇനി കൃത്യം അരമണിക്കൂറാണ് വോട്ടെടുപ്പ് ആരംഭിക്കാനായി ബാക്കിയുള്ളത്. അരമണിക്കൂർ കഴിയുമ്പോൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഷീജ, ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നാണ് നമ്മളോട് സംസാരിച്ചത്. ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് ഇടത് കോട്ടയായിരുന്ന മണ്ഡലമാണ്. പക്ഷേ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് ആ മണ്ഡലം കൈവിട്ടു പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷേ ഇത്തവണ കോട്ട തിരിച്ചു പിടിക്കാനായി ഏറ്റവും ശക്തനായ സ്ഥാനാർത്ഥി വി ജോയിയെ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുമ്പോൾ രംഗത്തിറക്കിയപ്പോൾ സിറ്റിംഗ് MP ആയ അടൂർ പ്രകാശ് തന്നെയാണ് അവിടെ UDFിന്റെ സ്ഥാനാർത്ഥി. ഏറ്റവും ശക്തമായ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്നു.